ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോസിൽ പറയുന്ന സ്ഥിരം കാര്യങ്ങളല്ല കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ പല പല വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്, എല്ലാതും കൂടി ഒരു വീഡിയോയിൽ പറഞ്ഞാൽ പോരെയെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാനും ഒരു യൂട്യൂബർ ആണ്. ഞാനും ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്താണ് നിങ്ങളുടെ കൂടെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാന്ന് തോന്നുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. അങ്ങനെ മനസ്സിലായി തുടങ്ങുമ്പോഴാണ് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും എനിക്ക് ഇപ്പം എടുത്ത് കിട്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കറിയാലോ, ഞാൻ എല്ലാ ദിവസവും ഷോർട്സ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ഷോർട്സ് ഇടുന്ന സമയത്ത് ഓരോ ദിവസവും അതിൻ്റെ അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ചില ഷോർട്സ് ആണ് എൻ്റെ വൈറലായിട്ടുള്ളത്. അപ്പോൾ അത് വൈറലാവാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലെ ബെസ്റ്റ് കമന്റർ ആരാണെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഈ ഒരു സംഭവം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് താഴെ നല്ല കമന്റ് ഇടുന്ന ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആ കമന്റ് ഇട്ട ആളുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ ഏതാണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ബെസ്റ്റ് കമന്റ് ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ടുള്ള ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു കാര്യം പോലും നിങ്ങൾ മിസ്സാക്കാണ്ട് തന്നെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കിട്ടോ. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂട്യൂബിൽ നമ്മളെപ്പോഴും ലൈവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ ദിവസവും നമ്മുടെ ഒരു പ്രസൻസ് യൂട്യൂബിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റണം. ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ വരുമാനമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഷോർട്സിൽ നിന്ന് നമുക്ക് കുറച്ച് വരുമാനം മാത്രമേ കിട്ടുള്ളൂ. കൂടുതലായിട്ട് നമുക്ക് ലോങ് വീഡിയോസിൽ നിന്നാണ് റവന്യൂ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ യൂട്യൂബ് നമ്മളുടെ വീഡിയോസ് കുറച്ചധികം ഓഡിയൻസിലേക്ക് റെക്കമെൻഡ് ചെയ്യാണ്. ഓരോ ദിവസവും പുതിയ പുതിയ ഓഡിയൻസിലേക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എനിക്ക് 300-400 സബ്സ്ക്രൈബേഴ്സ് വെച്ച് ഡെയിലി കയറുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും യൂട്യൂബ് പുതിയ പുതിയ ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡെയിലി ഷോർട്സ് ഇടണമെന്ന് ഞാൻ പറഞ്ഞതിനുള്ള മെയിൻ കാരണം ഇതുതന്നെയാണ്. നമുക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ടുള്ള ഒരേ ഒരു മാർഗം, പെട്ടെന്ന് കൂട്ടാനായിട്ടുള്ള ഒരേ ഒരു മാർഗം യൂട്യൂബ് ഷോർട്സ് തന്നെയാണ്. നമ്മൾ ഈ ചെയ്തിട്ടുള്ള യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ യൂട്യൂബ് ചാനലുള്ളവർക്ക് അറിയാം സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്കും ആദ്യം ഇതുപോലെ തന്നെയായിരുന്നു. ഒരു ദിവസം ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ്
സബ്സ്ക്രൈബേഴ്സ് കയറാണ്ടിരുന്നിട്ട് വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം കഴിയുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് 100-200 വെച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് തുടങ്ങും കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഓരോ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു പ്രതീക്ഷയോടെയാണ്, ഇത്ര സബ്സ്ക്രൈബേഴ്സ് കയറും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ്. പക്ഷേ പല ദിവസങ്ങളിലും സബ്സ്ക്രൈബേഴ്സ് കയറാത്തതും വീഡിയോസിന് വ്യൂസ് കൂടാത്തതുമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷനെ പോയിട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കരുത്. കാരണം സ്ഥിരമായിട്ട് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ വീഡിയോസ് വൈറലാവും. അതുപോലെ തന്നെ പിന്നെ ഡെയിലി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ടും തുടങ്ങും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഓരോ ദിവസവും എനിക്ക് പണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 10-20 സബ്സ്ക്രൈബേഴ്സ് മാക്സിമം ആണ്. അതൊക്കെ കയറിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഒരു ദിവസം കുറഞ്ഞത് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഡെയിലി കയറാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. വീഡിയോസിന് വ്യൂസ് ഇല്ലാന്ന് വെച്ചിട്ട് നമ്മൾ ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഓഡിയൻസിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്സ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ ഷോർട്സും വൈറലാവും. വൈറലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ SEO കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് യൂട്യൂബ് നമ്മുടെ ഷോർട്സ് റെക്കമെൻഡ് ചെയ്യൂല. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് വീഡിയോസിന് വ്യൂസ് കയറുള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള, എൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസിന് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് കയറണം എന്നുള്ളത് എൻ്റെയും കൂടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷോർട്സ് നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ 100-ൽ കൂടുതൽ വ്യൂസ് കിട്ടാറില്ല. എങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മൾ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ആദ്യത്തെ ദിവസം നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വ്യൂസും സബും ആയിരിക്കില്ല ഒരു മാസമൊക്കെ നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ പിന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ആ ഒരു ഗ്രാഫ് എന്തായാലും മുകളിലേക്ക് തന്നെയാണ് പോവുക, അതൊരിക്കലും താഴോട്ട് പോവില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ എപ്പോഴും ലൈവായിട്ടിരിക്കുക. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നുണ്ടായിട്ടുണ്ടായിരുന്ന വ്യൂസ് പോലും പിന്നെ കിട്ടാണ്ടാവും. അപ്പോൾ ഗ്യാപ്പില്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് പേര് പെട്ടെന്ന് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് പെയ്ഡ് ആയിട്ടൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നവരുണ്ട്. അവരുടെ അടുത്ത് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവാൻ പോണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് വേണ്ടത്. എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ജെനുവിൻ ആയിട്ടുള്ള വ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മെയിനായിട്ട് വേണ്ടതെന്നുള്ളത്. ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വാച്ച് അവറോ കാര്യങ്ങളോ ഒന്നുമല്ല. വാച്ച് അവറോ കാര്യങ്ങളൊന്നുമല്ല നമുക്ക് വേണ്ടത്. അതിന് പകരം നമുക്ക് വേണ്ടത് വ്യൂസ് ആണ് കേട്ടോ. നമ്മുടെ വീഡിയോസിന് എത്ര വ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയൻസ് റിട്ടൻഷനും വേണം. നമ്മളൊരു 10 മിനിറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മിനിറ്റ് എങ്കിലും നമ്മുടെ ഓഡിയൻസ് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവണം. അങ്ങനെയാണ് നമ്മളുടെ വീഡിയോക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ആരും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ മാത്രം പറ്റുള്ളൂ. അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോണില്ല. പെയ്ഡായിട്ട് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് കാണും. പക്ഷേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾക്ക് പണ്ടുണ്ടായിട്ടുണ്ടായിരുന്ന വ്യൂസ് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ പരമാവധി നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയും ഓർഗാനിക് ആയിട്ടുള്ള വ്യൂവേഴ്സിനെയും നമ്മുടെ ചാനലിന് കൊണ്ടുവരാം. അതായിരിക്കും നമ്മുടെ ചാനലിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് 3 മിനിറ്റ് വരെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറലായിട്ടുള്ള ഷോർട്സുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് പരമാവധി ഷോർട്ടായിരിക്കും. അതായത് ഒരു 10, 20, 30 സെക്കൻഡിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. അങ്ങനെയുള്ള ഷോർട്സ് ആണ് ഒരുവിധം നമ്മൾ വൈറലായിട്ട് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ കഥ പോലെ വലിച്ചു നീട്ടി പറയുന്ന ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ആരും കാണാൻ പോണില്ല. ഞാനാണെങ്കിലും
കുറച്ച് ദിവസം മുന്നാണ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ക്രാഫ്റ്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്രാഫ്റ്റിലായാലും നമ്മൾ ഇതുപോലെ കഥ പോലെ വലിച്ചു നീട്ടാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഓഡിയൻസ് സ്കിപ്പ് ചെയ്ത് കളയും. കാരണം ആർക്കും നമ്മൾ കഥ പറയുന്നത് കേൾക്കാനുള്ള ടൈമില്ല. നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 2-3 സെക്കൻഡിൽ തന്നെ നമ്മൾ ഓഡിയൻസിനെ പിടിച്ചിരുത്താനായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ആദ്യത്തെ 2-3 മിനിറ്റിനുള്ളിൽ അവിടെ കൊടുത്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് ഒരു 50% ഓഡിയൻസ് റിട്ടൻഷൻ നമ്മുടെ ആ ഒരു ഷോർട്സിന് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുന്നാണ് കേട്ടോ ഈ ഒരു കാര്യം മനസ്സിലായത്. അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാണുന്നതിലും കൂടുതൽ യൂട്യൂബിൽ ഷോർട്സ് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലെങ്ത് കൂടുതലുള്ള ഷോർട്സ് കാണുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ ആ ഷോർട്സ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ഓഡിയൻസും ഇതുപോലെ തന്നെയാണ്. ആർക്കും നമ്മൾ പറയുന്ന കഥയൊന്നും കേട്ടിരിക്കാനുള്ള നേരം ഉണ്ടാവില്ല. സംഭവം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഷോർട്സ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കണ്ടന്റ് ആയിക്കോട്ടെ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്ത് കണ്ടന്റ് ആയാലും അത് പരമാവധി ഷോർട്ട് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയണം. അത് നമ്മൾ പരമാവധി ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. വലിച്ചു നീട്ടി ഷോർട്സിൽ കഥ പറയാനിരുന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ ഷോർട്സ് കാണൂല കേട്ടോ. അപ്പോൾ ഷോർട്സിന് റിട്ടൻഷൻ കുറയും തോറും അത് വൈറൽ ആവാനായിട്ടുള്ള ചാൻസ് ആണ് കുറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ കുറച്ച് ട്രാൻസിഷൻ ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ട്രാൻസിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ കുറച്ചും കൂടെ രസമായിരിക്കും. ഒരേപോലെ നമ്മൾ ഷോർട്സ് എത്ര സെക്കൻഡ് ആണോ എത്ര മിനിറ്റ് ആണോ അത് മൊത്തം ഒരേപോലെ പോയി കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ പ്രത്യേകിച്ച് രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ചെറിയ ചെറിയ ട്രാൻസിഷൻസ് എന്ന് വെച്ചിട്ട് മൊത്തം ട്രാൻസിഷൻസ് വെക്കാനല്ല, ചെറിയ ചെറിയ ട്രാൻസിഷൻസ് ഒക്കെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്സ് കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂട്ടാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം ഏതാണോ അത് നമ്മൾ ആദ്യം പറയാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഓഡിയൻസിന് ആ ഒരു ഷോർട്സ് മുഴുവൻ കാണണം എന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഷോർട്സിന്റെ ഫസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓഡിയൻസ് ഷോർട്സ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അത് ഫുള്ളായിട്ട് കാണും. പിന്നെ നിങ്ങൾക്കറിയാലോ, ഷോർട്സിന്റെ തമ്പനയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷോർട്സിലെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് തമ്പനയിലായിട്ട് വെക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്സ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്ര സെക്കൻഡ് ഏതെങ്കിലും ഒരു ഫോട്ടോ വെക്കാം. അപ്പോൾ അത് നമുക്ക് തമ്പനയിലായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ തമ്പനയിൽ എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ട് തന്നെ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഷോർട്സ് കാണുന്ന സമയത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഷോർട്സ് കാണുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനലും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്സിൻ്റെ ചാനലാണ്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വീഡിയോസ് ഒന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യും ഏത് ചാനലാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ ഇതുപോലെ ഇന്നലെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും എൻ്റെ ചാനലിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ വീഡിയോ കണ്ടിട്ട് വെറുതെ അങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങൾക്കും കൂടി ഉപകാരം ഉണ്ടാവണമെന്ന് എനിക്ക് വളരെയധികം നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇടയ്ക്കും തലക്കൊക്കെ ഞാൻ 2-3 കമൻ്റൊക്കെ കാണാറുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫേക്കാണ്, ഒന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളതൊക്കെ. പക്ഷേ അതിനേലും ഇരട്ടി കമൻറ്റ് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അങ്ങനെയുള്ള കമൻ്റ് ഇടുന്നവരൊക്കെ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാതെയാണ് കമൻ്റ് ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജെന്യുവിൻ ആയിട്ടുള്ളത് തന്നെയാണ്. എൻ്റെ ചാനലിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പറയാം. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള വേറൊരു കാര്യം, 1-2 ദിവസം കൊണ്ട് നമുക്ക് യൂട്യൂബിൽ സക്സസ് ആവാൻ പറ്റില്ല. സക്സസ് ആവുന്നവരുണ്ട്, പക്ഷെ എല്ലാവരുടെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഉറപ്പായിട്ടും യൂട്യൂബിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്കതിൽ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നവരെ കണ്ടിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയരുത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ടൈം മുതൽ നമുക്ക് പിന്നീട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്
സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നോക്കിയിരിക്കേണ്ടി വരില്ല. അത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് നോക്കിയിരിക്കാറേ ഇല്ല. കാരണം നമുക്ക് അറിയാം ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 100, 200 ഒക്കെ വെച്ച് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു പോയിന്റിൽ എത്തണ വരെ നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ അധികം കഥ പറഞ്ഞ് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.